പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ മനോഹരമായ മധുമാസവേളയിൽ നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഗാമ 2023 കമ്മിറ്റിയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിനാണ്. ഗാമയുടെ പ്രവർത്തനങ്ങൾ അനൗദ്യോഗികമായി ജനുവരിയിൽ തന്നെ ആരംഭിച്ചിരുന്നെങ്കിലും ഗാമയുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആദ്യമായി അധികാരം ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നതും നിങ്ങളുടെ മുന്നിൽ സന്നിഹിതരാകുന്നതും ഇന്നത്തെ വേദിയിലാണ്. ഗാമ 2023 കമ്പനിയെപ്പറ്റി പറയുകയാണെങ്കിൽ അത് മുൻ വർഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ആ പ്രത്യേകതയുടെ പ്രതിഫലനവും അഭിമാനവും കമ്മിറ്റി മെമ്പേഴ്സ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. എന്താണ് ആ പ്രത്യേകത എന്ന് ഗാമയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബിനു കാസിം നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതായിരിക്കും. ഈ വർഷത്തെ കമ്മിറ്റിയും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പുതുമുഖങ്ങളുടെയും പരിചയസമ്പന്നരുടെയും ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഗാമ 2023 ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിനും അത് കഴിഞ്ഞുള്ള ദശാബ്ദ സന്ധ്യ എന്ന യുവപ്രതിഭകളുടെ കലാവിരുന്നിനും എല്ലാവരെയും ഞാൻ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനും അത് കഴിഞ്ഞുള്ള കൾച്ചറൽ പ്രോഗ്രാമിനും പങ്കെടുക്കാനായി ഈ ശനിയാഴ്ച ഉച്ചനേരം നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിന്ന് 2-3 മണിക്കൂർ മാറ്റിവെച്ച് നമ്മളോടൊപ്പം ഈ സന്തോഷ സന്ദർഭം പങ്കുവയ്ക്കുവാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ എനിക്ക് അവസരം നൽകിയ ഗാമയുടെ ഊർജ്ജസ്വലനായ പ്രസിഡൻറ്റും എൻ്റെ പ്രിയ സുഹൃത്തുമായ ബിനു കാസിമിനോടും ഞാൻ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അധികം വൈകിക്കാതെ ഗാമയുടെ പ്രഥമ വനിതാ സെക്രട്ടറിയായ ഉഷ പ്രസാദിനെ ദശാസന്ധ്യയുടെ തുടർന്നുള്ള പരിപാടികൾക്കായി ഈ വേദിയിലേക്ക് സ്നേഹാർദ്രപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. Again everyone, welcome to Dasha Sandhya, the evening of the decade. അസലായിട്ടുണ്ട് കേട്ടോ. നല്ല ഭാഷ, നല്ല തകർപ്പൻ ഇൻട്രൊഡക്ഷൻ. ആൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ആളാണ് സീതാകൃഷ്ണൻ. താങ്ക് യു സീത. പ്രിയപ്പെട്ട ഗാമ ഫാമിലിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഗാമ 2023 സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കമ്മിറ്റി അതിൻ്റെ ഇനാഗുറൽ ഫംഗ്ഷൻ നടത്തുന്നതോടൊപ്പം തന്നെ 151ഓളം പേർ ചേർന്ന് അണിയിച്ചൊരുക്കിയിട്ടുള്ള ദശാബ്ദ സന്ധ്യ എന്ന മനോഹരമായിട്ടുള്ള ഒരു കലാവിരുന്നും ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഹാപ്പിനെസ് ഈസ് സംതിങ് വിച്ച് മൾട്ടിപ്ലൈ ഓൺ ഷെയറിങ് എന്നല്ലേ? ഗാമയ്ക്കൊപ്പം ഈ സന്തോഷവേള പങ്കിടാനും അത് 10 മടങ്ങ് വർദ്ധിപ്പിക്കാനും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും, അതുപോലെ നമ്മുടെ മുഖ്യാതിഥിയെയും ഞാൻ ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങട്ടെ. 2022 പ്രത്യാശയോടെ മുന്നോട്ട് പോയ ഗാമയെ കൂടുതൽ കരുത്തോടും ഊർജത്തോടും എല്ലാം ഉൾക്കൊള്ളാനുള്ള പ്രാപ്തിയോടും കൂടി എ സ്ട്രോങ്കർ, യൂത്ത്ഫുൾ, ഇൻക്ലൂസീവ് ഗാമ ആക്കി മാറ്റുക എന്ന ചാലഞ്ചാണ് 2023 ഗാമ ഈസയ്ക്ക് മുന്നിലുണ്ടായിരുന്നത്. ഈ ചാലഞ്ചിനെ ആത്മവിശ്വാസത്തോടു കൂടിയും ആത്മസമർപ്പണത്തോടു കൂടിയും ഏറ്റെടുത്തുകൊണ്ട് അതിനായി പ്രവർത്തിക്കുന്ന, ഒരേ മനസ്സോടെ ചിന്തിക്കുന്ന 13 പേരടങ്ങിയ ഒരു നല്ല കൂട്ടായ്മയാണ് ഈ വർഷത്തെ ഗാമ ഈസി. ഈ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ എനർജി സ്രോതസ്സ്, അതായത് ഞങ്ങളുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകിയിട്ടുള്ള അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ടാണ്. എ ബിഗ് സല്യൂട്ട് ഫോർ ഇറ്റ്. ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം ഓർക്കാൻ ശ്രമിക്കുന്ന 2 പേര് കൂടിയുണ്ട്. നമ്മുടെ മാർഗദർശികളായി മുന്നേ നടന്നു പോയിട്ടുള്ള പഴയകാല ഗാമ സാരഥികളും മാറി മാറി വരുന്ന ഗാമ കമ്മിറ്റിയുടെ ട്രാൻസിഷൻ
സുഗമമാക്കി തീർക്കുകയും അവർക്ക് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ബോർഡ് ഓഫ് ട്രസ്റ്റിയും ഈ രണ്ടു കൂട്ടരെയും ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. ടൺസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദം. താങ്ക് യു. 16 ആഴ്ചകൾ പിന്നിട്ട് ഗാമ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗാമ ഒരു 3 കൾച്ചറൽ പ്രോഗ്രാം നടത്തുന്ന ഒരു അസോസിയേഷൻ എന്ന ആ ചിന്തയ്ക്കൊക്കെ ഉപരിയായി ഗാമ എന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നല്ല അസോസിയേഷനായി എന്ന കാഴ്ചപ്പാട് വന്നു എന്നതാണ്. നാളിതുവരെ ജനുവരി മുതൽ ഏപ്രിൽ 23 വരെയുള്ള ഈ 16 ആഴ്ച കാലത്ത് ഗാമ നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏറെക്കുറെ എനി ഗസ്? ഐ എം ഹിയറിംഗ് സം നമ്പേഴ്സ്. ഡു യു റിമെമ്പർ എനി നമ്പേഴ്സ്? യാ, ഓക്കെ. എന്താണ് എനിബഡി ക്യാൻ ഗസ്? ഐ എം ഹിയറിംഗ് സം നമ്പേഴ്സ് ഫ്രം ദ 8. യാ, 8 പരിപാടികൾ നടത്തിക്കഴിഞ്ഞു. പൊതുവെ നമ്മൾ വിമൻസ് ഫോറത്തിൻ്റെ സൂംബയിലൂടെയാണ് തുടങ്ങിയത്. പിന്നെ മലയാളം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 4 സ്പോർട്സ് ആക്ടിവിറ്റികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കാർഡ് ഗെയിം, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ് അൺഫോർച്ചുനേറ്റ്ലി വി കുഡിൻ കംപ്ലീറ്റ് ബിക്കോസ് ഓഫ് ദ റെയിൻ. പക്ഷേ വി ഹാവ് എൻ അനദർ ഡേറ്റ് May 6th. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ടുള്ള ഫുഡ് ഡ്രൈവ്, 2022 ഗാമ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള അഡോപ്റ്റ് റോഡ്, അതിൻ്റെ Q5 എഴുതി Q8 ആകുമ്പോഴേക്കും ആ റോഡ് നമ്മുടേതായിരിക്കും. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള 8 കാര്യങ്ങൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമ്മൾ നടത്തുകയുണ്ടായി. സംഭവ ബഹുലമായിട്ടുള്ള 16 ആഴ്ചകൾ. ഇനിയും ഇരിക്കുന്നുണ്ട് നടത്താനുള്ള പരിപാടികൾ ഒട്ടേറെ. ആദ്യം തന്നെ ഗാമ ഈ വർഷത്തെ പരിപാടി നടത്താൻ ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ ഗാമ കലണ്ടർ വഴി നിങ്ങൾക്കായി നൽകിക്കഴിഞ്ഞിരിക്കും. കൂടുതൽ എഫിഷ്യൻ്റായിട്ടും വളരെ പെട്ടെന്നും ഞങ്ങളുടെ ഗാമ വാർത്തകളും വിശേഷങ്ങളും എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഗാമയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിക്ക് കിട്ടിയ ഫീഡ്ബാക്കിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതെല്ലാം ദീസ് ആർ ദ സ്മോൾ തിങ്സ് വിച്ച് റിയലി മേക്ക് എ ലാർജ് ഡിഫറൻസ്. നമ്മുടെ ഇന്നത്തെ ചെക്ക് ഇൻ ആപ്പ് പോലെ നിങ്ങൾക്ക് വളരെ സുഗമമായിട്ട് ഇന്ന് ഫ്രണ്ട് ഡെസ്കിൽ നിന്നും ഇവിടെ എത്താൻ സാധിച്ചു അല്ലേ? പണ്ടാണെങ്കിൽ ഒരുപാട് സമയം പേപ്പറിൽ പേരും തിരഞ്ഞ് അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്യുന്നതിന് പകരം ആൾറെഡി നമ്മൾ QR കോഡ് കൊടുത്ത് സ്കാൻ ചെയ്ത് നിങ്ങൾക്കുള്ളിൽ എത്താറായി. കാലത്തോടൊപ്പം മാറ്റം വരുത്തുന്ന ഗാമയുടെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു കയ്യടിയാവട്ടെ ഗാമയ്ക്ക്. താങ്ക് യു. ജനുവരി 1 ഗാമ കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ 15 മെമ്പേഴ്സാണ് നമുക്കുണ്ടായിരുന്നത്. ഈ വർഷം നമ്മൾ വിചാരിച്ച അടുത്ത പ്ലാൻ അടുത്ത മാറ്റം എന്ന് പറയുന്നത് ആദ്യത്തെ 2 മാസം ജനുവരിയും ഫെബ്രുവരിയും മെമ്പർഷിപ്പ് അവെയർനെസ്, ഒരു മെമ്പർഷിപ്പ് ഡ്രൈവ് നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചു. മെമ്പർഷിപ്പ് എടുത്താൽ കിട്ടാവുന്ന പ്രയോജനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെയുള്ള അവെയർനെസ്. വൈ കാൺ ദേ അവെയിൽ ദ ബെനിഫിറ്റ് ലിറ്റിൽ ബിറ്റ് ഏർലി. അങ്ങനെ ഈ 2 മാസം ജനുവരിയും ഫെബ്രുവരിയും മെമ്പർഷിപ്പ് കൂടുതൽ എടുക്കാനും മെമ്പേഴ്സിനെ നേരത്തെ അവരുടെ പ്രയോജനങ്ങൾ അനുഭവിക്കാനും വേണ്ടിയിട്ട് ഗാമ ആ പീരീഡിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഒരു സ്നേഹ സമ്മാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞങ്ങൾ എന്താണ് പറഞ്ഞതെന്ന്? വാഫർ, യെസ്. അങ്ങനെ ജനുവരി തൊട്ട് ഫെബ്രുവരി 28 വരെ ആ സമയപരിധിക്കുള്ളിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള 314 മെമ്പേഴ്സിൽ നിന്നും ഭാഗ്യശാലികളായിട്ടുള്ള 3 പേരെയാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. സോ ഗാമ ഈസ് ലക്കി ഇനഫ് ടു ഗെറ്റ് 3 സ്പോൺസേഴ്സ് ഫോർ ദിസ് റാഫിൾ. വൺ ഈസ് സണ്ണി തലിയത്ത്. സണ്ണി ചേട്ടൻ 2 പ്രാവശ്യം ഗാമയുടെ പ്രസിഡൻ്റ് ആയതാണ്. രണ്ടാമത്തെ സ്പോൺസർ എന്ന് പറയുന്നത് രാഖി രാജീവ്. രാഖി നൂബ്ര സ്കൂളിൻ്റെ
എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂളിൻ്റെ ആർട്ട് ഡയറക്ടറാണ്. ഫോമയിലും KHNയിലും ഒക്കെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. മൂന്നാമത് വിച്ചു ചെലവേരും. മിന്ത്ര എന്ന പേരിലുള്ള ഒരു ഓൾഡ് ഹോം നടത്തുന്നതാണ്. അദ്ദേഹത്തിന് ഇന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല. സോ രാഖി രാജീവ് ആൻഡ് സണ്ണി ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കം ടു ദ സ്റ്റേജ്. റാഫിൾ. ഓക്കെ, നമുക്ക് റാഫിൾ എടുക്കാൻ വേണ്ടിയിട്ട് 2-3 നമുക്ക് കുറച്ച് പിള്ളേരെ എടുക്കാം. വന്യ, നിക്കി, ഇവിടെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതിലേക്ക് വരും. ലെറ്റ്സ് ഡു ദ റാഫിൾ കോൺടെസ്റ്റ്. Hello, come on. Thank you. ഇതാണ് ഗിഫ്റ്റ് കാർഡ്സ്. സണ്ണിച്ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരാൻ നമ്മുടെ 3rd സ്പോൺസേഴ്സ് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ റാഫിൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ ജിജു എന്നോട് സ്റ്റേജിലേക്ക് കയറാൻ. നമുക്കൊരുപാട് ഗാമയെ എന്നും സൗണ്ടും ലൈറ്റും ഒക്കെ ആയിട്ട് സഹായിച്ചുള്ള ജിജു ആണോ ഒന്ന്. രാഖി രാജീവ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? യു നോ വൈ ഐ കോൾഡ് യു ഹിയർ? നോ ഐഡിയ? ഓക്കേ. സോ ഇതിൽ 314 പേരുകളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് നമ്മൾ ഈ വർഷത്തെ ECയുടെ അടുത്ത തീരുമാനം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ 13 EC മെമ്പേഴ്സിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ വി ആർ റെഡി ടു പാസ് ഇൻ. ഓക്കെ. സണ്ണി തലിയത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് ഒന്ന് വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് എടുക്കാം ഒരെണ്ണം. സോ ഫസ്റ്റ് റാഫിൾ എടുക്കാൻ പോവുകയാണ്. യു വാണ്ട് ടു പിക്ക് ഫസ്റ്റ്? യാ. യു വാണ്ട് ടു ഷഫിൾ ഇറ്റ്? യാ. I'm going to read the first raffle winner. Rakesh Raghunathan Nair, Sarala Devi. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? Give a big hands of applause. രാകേഷ്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളെ കാത്തത് ഗിഫ്റ്റ് കാർഡ്സ് ഇരിക്കുന്നുണ്ട്. ഞാനിത് സൂക്ഷിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എടുക്കാം. ഓക്കെ, യു ക്യാൻ ഷഫിൾ. തോമസ് കോശി. സുജു മേരി തോമസ്. സുജു മേരി തോമസ്. സുജു എവിടെയെങ്കിലുണ്ടോ? സുജു മേരി തോമസ്. തോമസ് കോശി. ഓക്കെ, അപ്പോൾ ഇവരുടെ എല്ലാം പേരുകൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് യു ക്യാൻ ടേക്ക് വൺ. എടുത്തോ? ഓക്കെ, വരൂ. പ്രവീൺ പുലക്കര പറമ്പത്ത്. നിത്യ പ്രവീൺ. പ്രവീൺ ആൻഡ് നിത്യ പ്രവീൺ.
ഓക്കെ. താങ്ക് യു രാഗി. ആരും ഇവിടെ ഇല്ല, ബട്ട് നമ്മൾ ഈ പേരുകൾ എടുത്തു വയ്ക്കാം. ആൻഡ് വി വിൽ കോണ്ടാക്ട് ദം ആൻഡ് വിൽ ഹാൻഡ് ഓവർ ദിസ് ഗിഫ്റ്റ് കാർഡ്സ് ടു ദം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓക്കെ, യു ക്യാൻ ഗോ ഓവർ ദർ. ഓക്കെ, can I have this room? Yeah. Yes, please. Yeah. Thank you so much, Jijo and Ragi. പിന്നെ ഈ വന്യ, നിക്കി ആൻഡ് ഫഹാൻ. അപ്പോൾ നമ്മൾ ഇനി പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് പോവുകയാണ്. ഗാമയുടെ സെക്രട്ടറി എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഗാമ 2023 EC മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. 2, മുഖ്യ അതിഥിയെയും പ്ലാറ്റിനം സ്പോൺസേഴ്സിനെയും ആദരിക്കൽ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള ദീപം തെളിയിച്ചുള്ള ഉദ്ഘാടന ചടങ്ങ്. ചടങ്ങുകളുടെ ആദ്യപടിയായി ദേശീയ ഗാനത്തോടെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അമേരിക്കൻ പ്രോട്ടോക്കോൾ പ്രകാരം US നാഷണൽ ആന്തം വിച്ച് വിൽ ബി ഫോളോഡ് ബൈ ഇന്ത്യൻ നാഷണൽ ആന്തം. അതിനായി ജിജോയെ ക്ഷണിക്കുന്നു. ആൻഡ് നക്ഷത്ര അഭിഷേക്, ഇന്ത്യൻ ദേശീയ ഗാനം ചെല്ലാൻ നക്ഷത്ര അഭിഷേക്. Check. Nakshatra. Okay, let's all rise for the American national anthem. Oh, say, can you see by the dawn's early light what so proudly we hailed at the twilight's last gleaming, whose broad stripes and bright stars through the perilous fight o'er the ramparts we watched were so gallantly streaming, and the rocket's red glare, the bombs bursting in air, gave proof through the night that our flag was still there. Oh, say, does that star-spangled banner yet wave o'er the land of the free and the home of the brave? Thank you, Jijo. Nakshatra Abhishek. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाता जनगण मंगलदायक
भारत भाग्य विदाता जय हे जय हे जय हे जय 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 हे. താങ്ക് യു അഭിഷേക. താങ്ക് യു ചേച്ചി. ഞാനിനി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വലിയ ചടങ്ങിലേക്ക് പോവുകയാണ്. ഇറ്റ്സ് ദി ഈസി ഇൻട്രൊഡക്ഷൻ. So let me introduce you first the IT director of GAMA this year, Shabir Jabbar. ഷബീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും നിശബ്ദനായിട്ട് വർക്ക് ചെയ്യുന്നതും എല്ലാ കാര്യവും പ്രോപ്പർ ടൈമിൽ ഫിഗർ ഔട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരാളാണ് ഷബീർ. ഷബീറിനോടൊരു കാര്യം നമ്മൾ ഏൽപ്പിച്ചിട്ട് എന്തായി ഷബീർ നോക്കുമ്പോൾ ഇറ്റ്സ് ഡൺ, ഇറ്റ്സ് ഓൾറെഡി ഡൺ എന്നായിരിക്കും നമുക്കുള്ള മറുപടി കിട്ടുക. നിങ്ങൾക്കുള്ള അതിനുള്ള ഏറ്റവും ഹാർഡ് വർക്കിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് മുന്നിൽ കണ്ടിട്ടുള്ള ഈസി ചെക്ക് ഇൻ പ്രോസസ്സ്. ഒരുപാട് സമയമൊന്നും അവിടെ ഫ്രണ്ട് ഡെസ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല. ആ കംപ്ലീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഷബീറിൻ്റെ ഹാർഡ് വർക്കാണത്. So give a big hands of applause to this hard working young gentleman of GAMA, IT Director Shabir Jawad. Now let me introduce our Sports Director Sinu Paul. Give a big hands of applause to our Sports Director Sinu Paul. സിനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സിനു എല്ലാവർക്കും സുപരിചിതനായി കഴിഞ്ഞു. ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ സിനു 4 സക്സസ്ഫുൾ ആയിട്ടുള്ള സ്പോർട്സ് ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ക്രിക്കറ്റ് ആണെങ്കിലും ബാഡ്മിൻ്റൺ ആണെങ്കിലും ചീട്ടുകളിയാണെങ്കിലും സംഘാടകൻ്റെ റോളിലും അതേസമയം തന്നെ സ്പോർട്സ്മാൻ ആയിട്ടും 2 റോളിലും ഒരേപോലെ പ്രവർത്തിച്ച് ചുറുചുറുക്കോടെ ഓടി നടന്ന എല്ലാ കാര്യവും ഓൺ ടൈമിൽ ഫിക്സ് ചെയ്യുന്ന സുജു. സിനുവിന് ഒരു ബിഗ് ഹാൻഡ് ഓഫ് അപ്ലോസ്. അടുത്തത് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ദാറ്റ്സ് അനദർ person, a very young, dynamic, smart young lady of GAMA, Divya Amarayal. Divya is our Women's and Youth Affairs chairperson ആണ്. ദിവ്യയെക്കുറിച്ച് പറയാൻ ഷീ ഈസ് ബബ്ലിംഗ് വിത്ത് എനർജി, എ ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. ദിവ്യയോട് സംസാരിച്ചാൽ തന്നെ നമുക്കതിൻ്റെ വ്യൂ പറയാൻ പറ്റും. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ വർഷത്തെ ഗാമ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത് വുമൻസ് ഫോറത്തിൻ്റെ സൂംബ പ്രോഗ്രാം കൂടിയാണ്. ആകെ 8 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 8 ദിവസത്തിൻ്റെ ഇടയിൽ തന്നെ ദിവ്യ ചടുപിടിയുന്ന എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പ്രോപ്പർ പ്ലാൻ ചെയ്ത് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് ഇറ്റ് ബിക്കം എ ഗ്രാൻഡ് സക്സസ്. ദിവ്യ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ എ ബിഗ് ഹാൻഡ് ഓഫ് അപ്ലോസ് ടു എ വെരി ഹാർഡ് വർക്കിംഗ് സ്മാർട്ട് യങ് ലേഡി ഓഫ് ഗാമ ദിസ് ഇയർ. താങ്ക് യു. ഇനി ഞാൻ കൾച്ചറിലേക്ക് കിടക്കുകയാണ്. So this year we have got a very talented group of people to have a cultural committee. Let me introduce Noora Pudin Harel, our cultural director. നൂറ ഒരു നല്ല ഡാൻസറാണ്, ഒരു നല്ല കൊറിയോഗ്രാഫ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ വർഷം നൂറ ഒരു നല്ല സംഘാടകയുടെ റോളിലാണ് ഇരിക്കുന്നത്. പക്ഷെ നൂറ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് ഒട്ടും തോന്നില്ല നൂറ് ഈ ഒരു സംഘാടകയുടെ റോളിൽ പുതുതായിട്ടാണ് ചെയ്യുന്നത്. അത്രയും ഡീറ്റെയിൽഡ് ഓറിയൻ്റ് ആയിട്ടാണ്. ഷീ വിൽ നോട്ട് മിസ് എനിത്തിങ്. ഫോർ എക്സാമ്പിൾ, ഇന്ന് രാവിലെ എല്ലാവരോടും ബാഡ്ജ് എടുത്തില്ലേ എന്ന് വരെ ചോദിച്ചത് നൂറയാണ്. അത്രയ്ക്കുണ്ട് നൂറയുടെ ഓരോന്നിലുള്ള ശ്രദ്ധ. നൂറ സെക്കൻഡ് സെഗ്മെൻറ്റ് നമ്മൾ ഇന്നൊരുക്കാൻ നിങ്ങൾ കാത്തിരുന്ന് കാണാൻ പോകുന്ന ദശാബ്ദ സന്ധ്യയുടെ സെക്കൻഡ് സെഗ്മെൻറ്റ് കംപ്ലീറ്റ് നൂറയുടെ പ്ലാനിങ് ആണ്. So give a big hands of applause to our hard-working cultural director Noora Pudin Harel. Now let me move on to the another cultural person, Subi Thomas. Subi cultural co-chair ആണ്. കൈരളി ടി വിയിലും ഫ്ലവേഴ്സ് ടി വിയിലും ഒക്കെ ഇവൻറ്റ് ഹാൻഡിൽ ചെയ്ത് എക്സ്പെർട്ടൈസ് ആണ് സുബി. ആ സുബിയുടെ ആ പരിചയ സമ്പത്ത് നമുക്കിന്ന് ദശാബ്ദ സന്ധ്യയുടെ നടത്തിപ്പിലും കാണാം. സുബിയുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെയ്തെടുക്കുന്ന എല്ലാ കാര്യവും തന്നെ വളരെ കൃത്യനിഷ്ഠയോടുകൂടിയും ഡെഡിക്കേറ്റഡ് ആയിട്ടും ചെയ്തു തീർക്കും.
അത് സമയമില്ലെങ്കിൽ പോലും എത്ര കൂടുതൽ വർക്ക് ചെയ്ത് ആത്മാർത്ഥയോടെ പണി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളാണ് സുബി. ദശാബ്ദ സന്ധ്യയുടെ മറ്റൊരു അണിയറ ശില്പി കൂടിയാണ് സുബി. ഗിവ് എ ബിഗ് ഹാൻഡ്സ് ഓഫ് അപ്ലോസ് ടു സുബി തോമസ്. ഇനി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യുന്നത് ദ കൾച്ചറൽ ചെയർപേഴ്സൺ ഓഫ് ഗാമ 2023, അനീഷ് നായർ. ഗിവ് എ ബിഗ് ഹാൻഡ് ഓഫ് അപ്ലോസ് ടു അനീഷ് നായർ. നാടകത്തിൻ്റെയും കലയുടെയും ഒക്കെ പാരമ്പര്യത്തിൽ നിന്നാണ് അനീഷ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അച്ഛനും അമ്മയും കുടുംബത്തിൽ മൊത്തം കലയാണുള്ളത്. അപ്പോൾ പിന്നെ മകനും കിട്ടാതിരിക്കില്ലല്ലോ. കലാപരമായും കായികപരമായും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന അനീഷാണ് ഈ വർഷത്തെ ചെയർ ഓഫ് കൾച്ചറൽ കമ്മിറ്റി. അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനീഷ് വളരെ കൂളാണ്, വളരെ സരസനാണ്. നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അനീഷിനോട് സംസാരിച്ചാൽ ഓക്കെ ഇറ്റ് വിൽ ബി വെരി വെരി മൈ. സോ ഹീ ഈസ് വെരി കൂൾ പേഴ്സൺ. നമ്മുടെ ഇന്നൊരുക്കാൻ പോകുന്ന ദശാബ്ദ സന്ധ്യയുടെ മുഖ്യ അമരക്കാരനാണ് ഈ നിൽക്കുന്ന അനീഷ്. ഗിവ് എ ബിഗ് ഹാൻഡ്സ് ഓഫ് അപ്ലോസ് ടു അനീഷ്. ഇനി ഞാൻ കടക്കാൻ പോകുന്നത് നമ്മുടെ ഫുഡ് ആൻഡ് ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഗീവ് എ ബിഗ് ഹാൻഡ്സ് ഓഫ് അപ്ലോസ് ടു അവർ നവാസ് സെയ്റ്റ്. ഹി ഈസ് ദി ഫുഡ് ആൻഡ് ചാരിറ്റി ഡയറക്ടർ, നവാസ് സെയ്റ്റ്. നഫാസിനും പോലെ വളരെ ശാന്തനാണ്, സൗമ്യനാണ്. ബട്ട് ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും, ചെയ്യുന്ന പണികളും നമ്മൾ അറിയ പോലല്ല. എവറിത്തിങ് വിൽ ബി കംപ്ലീറ്റഡ് ഓൺ ടൈം. ഈ പ്രാവശ്യത്തെ ടീമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള 2 വാക്ക് കോമൺ ആയിട്ട് എനിക്ക് ഈ കിപ്പോൺ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡെഡിക്കേറ്റഡ്, ഹാർഡ് വർക്ക്. എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും വൃത്തിയോടെയും ശ്രദ്ധയോടെയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പം നമ്മുടെ ദശാബ്ദ സന്ധ്യയുടെ ഡിന്നർ ദശാബ്ദ സന്ധ്യയുടെ ഡിന്നറിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇന്ന് മതിയെങ്കിലും ഇന്നലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നഫാസ്. ഗിവ് എ ബിഗ് ഹാൻഡ് ഓഫ് അപ്ലോസ് ടു നഫാസ് ഷെരീഫ്. ഇനി വരാനിരിക്കുന്ന ഗാമ പിക്നിക്കിനുള്ള പ്ലാനിങ് നഫാസ് ഇപ്പോഴേ തന്നെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് നിങ്ങൾക്ക് വളരെ സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇദ്ദേഹം വളരെ സൗമ്യനാണ്, ശാന്തനാണ്. സച്ച് എ സിമ്പിൾ, ഹംബിൾ, ഡൗൺ ടു എർത്ത് പേഴ്സൺ. ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഇദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. കഴിഞ്ഞ വർഷത്തെ ട്രഷററായിരുന്നു. ഈ വർഷത്തെ ഫുഡ് ആൻഡ് ചാരിറ്റിയുടെ ചെയർപേഴ്സൺ. എനി ഗസ് നിങ്ങളൊന്ന് ഉഷാറായിട്ട് പറയൂ. ഇങ്ങനെ ആരാണ്? ജോൺ മത്തായി. യെസ്, ഗിവ് എ ബിഗ് ഹാൻഡ്സ് ഓഫ് അപ്ലോസ് ടു ജോൺ മത്തായി, അവർ ഓൺ മത്തായിച്ചൻ. മത്തായിച്ചനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഗാമയുടെ ചരിത്രത്തിലെ ഒരു ഏട് പരിശോധിച്ച് നോക്കിയാൽ മത്തായിച്ചനില്ലാത്ത ഒരു പേജ് പോലും നമുക്ക് കിട്ടില്ല. മത്തായിച്ചൻ 4 വർഷം ഗാമയിലുണ്ടായിരുന്നു. കംപ്ലീറ്റ് കൂടുതൽ മുഖവുര എന്നും എനിക്ക് അദ്ദേഹത്തിനോട് കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്രയധികം ഡെഡിക്കേറ്റഡ് ആണ്. ചെയ്യുന്ന എന്തു കാര്യം ഒരു പരിഭവവും ഇല്ലാതെ എല്ലാം ഏറ്റെടുത്ത് എല്ലാം കൃത്യസമയത്ത് ചെയ്യുന്ന സച്ച് എ പേഴ്സൺ ആണ്. ഗിവ് എ ബിഗ് ഹാൻഡ്സ് ഓഫ് അപ്ലോസ് ടു ജോൺ മത്തായിച്ചൻ. ഇനി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യുന്നത് അടുത്ത ഒരു വളരെ പരിചയമുള്ള മുഖമാണ് നിങ്ങളുടേത്. ഇദ്ദേഹം 3 വർഷമായിട്ട് ഗാമയിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഫുഡ് ആൻഡ് ചാരിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. 2018 മുതൽ ഗാമ നടത്തി വരുന്ന മലയാളം സ്കൂളിൻ്റെ അമരക്കാരനും കൂടിയാണ്. സച്ച് എ ഡിസിപ്ലിൻഡ് പേഴ്സൺ. എനി ഗസ്? ജയ്മോൻ. യെസ്, ജയ്മോൻ നെടുമ്പുറത്ത്. ഗിവ് എ ബിഗ് ഹാൻഡ്സ് ഓഫ് അപ്ലോസ്. ജയ്മോനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സച്ച് എ ഡിസിപ്ലിൻഡ് പേഴ്സൺ. ചെയ്യുന്ന എല്ലാ കാര്യവും അപ്പം തന്നെ കൃത്യനിഷ്ഠ, അതാണ് 2 വാക്കുകൾ ഉപയോഗിക്കാൻ. കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും ആത്മാർത്ഥയോടെ അതിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ജയ്മോൻ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ വർഷം ഒന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് അധിക താമസം കൂടാതെ തന്നെ മെമ്പർഷിപ്പിൻ്റെ കൺഫർമേഷൻസൊക്കെ നിങ്ങളിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അതിനുള്ള ഫോളോ അപ്പ് ചെയ്യുക, ഗാമയുടെ വരവ് ചെലവ്, അങ്ങനെ എല്ലാം. അതുപോലെ ഇന്നത്തെ ഫ്രണ്ട് ഡെസ്കിലെ സുഗമമായിട്ടുള്ള നടത്തിപ്പ്, അങ്ങനെ എല്ലാം ആണ് ജയ്മോൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. സോ ഗിവ് എ ബിഗ് ഹാൻഡ്സ് ഓഫ് അപ്ലോസ് ടു ജയ്മോൻ നെടുമ്പുറത്ത്, അവർ ട്രഷറർ ഓഫ് ദിസ് ഇയർ. ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത് ജോയിൻറ്റ് സെക്രട്ടറി ഓഫ് ദിസ് ഇയർ ഗാമ 2023, അജിത് ചന്ദ്രൻ. ഗിവ് എ ബിഗ് ഹാൻഡ്സ് ഓഫ് അപ്ലോസ് ടു അജിത് ചന്ദ്രൻ. നമ്മൾ ചിലവരെ കുറിച്ച് പറയാറില്ലേ, വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുന്ന സംബഡി യു ക്യാൻ കൗണ്ട് ഓൺ.
That is what Ajit Chandran is. You just give some idea and give the work, you'll be get it done. ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ഒരു കാര്യം ഏറ്റെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ വർഷത്തെ ജോയിൻറ്റ് സെക്രട്ടറി അജിത് ചന്ദ്രൻ. അജിത്തും അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക്കാണ്. നടത്താൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻഡ് ആയിട്ടിരിക്കും. നിങ്ങൾ ഇപ്പോൾ നമ്മുടെ നടത്തിയ അഡാപ്റ്റ് റോഡ് പരിപാടിയിൽ പിറ്റേ ദിവസം 8 മണിക്ക് നമ്മൾ റെഡിയാക്കിയെങ്കിലും എല്ലാവരും ചെല്ലുന്നതിന് മുൻപ് തന്നെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി അജിത്ത് എല്ലാവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതാണ് അജിത്ത്. അത്രയും കൃഷ്ണനിഷ്ഠയോടെ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്ന ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഒരു ബിഗ് ഹാൻഡ്. ഇനി അടുത്തത് ഇറ്റ്സ് അനദർ സ്പെഷ്യൽ പേഴ്സൺ, ദ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഗാമ ദിസ് ഇയർ, ശ്രീദേവി രഞ്ജിത്ത്. പറയുന്നത് അറ്റ്ലാന്റയിലെ മിന്നും പൊന്നും താരം ശ്രീദേവി. ശ്രീദേവി ഒരു നല്ല നർത്തകിയാണ്, ഒരു ഡാൻസ് സ്കൂളിൻ്റെ ആർട്ട് ഡയറക്ടറാണ്. ഈ വർഷം ഗാമയിൽ നർത്തകിയായിട്ടല്ല, ഒരു നല്ല സംഘാടകയായിട്ടാണ് ശ്രീ ഇവിടെ ഉള്ളത്. അതേപോലെ നർത്തകി എന്ന നിലയിലുള്ള അതേപോലെ തന്നെ മികവും ഈ സംഘാടകയുടെ റോളിലും ചെയ്ത് തിളങ്ങി നിൽക്കുകയാണ് ശ്രീദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശ്രീദേവി ഈസ് എ പെർഫെക്ഷനിസ്റ്റ്. ഷി വിൽ നോട്ട് കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി. അപ്പോൾ ഈ ശ്രീദേവിയുടെ ഈ ഒരു കഴിവുകൾ നമ്മൾ ഇനി വരാനിരിക്കുന്ന നിങ്ങൾ കാത്തിരുന്ന് കാണാൻ പോകുന്ന ദശാബ്ദ സന്ധ്യയുടെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗിവ് എ ബിഗ് ഹാൻഡ്സ് ഓഫ് അപ്ലോസ് ടു അവർ ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്കിംഗ് വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഈ നിൽക്കുന്ന ഓരോരുത്തരും ഐ എം പ്രൗഡ്ലി സെയിങ് ദേ ആർ ദി ബെസ്റ്റ് ഇൻ ദെയർ ഫീൽഡ്. ചെയ്തിരിക്കുന്ന എല്ലാ കാര്യവും ഓൺ ടൈമിൽ ഹാർഡ് വർക്കിംഗ് ആണ് ചെയ്തു തീർക്കുന്ന ഈ ഒരു ടീമിനെ നയിക്കാൻ ഡെഫിനറ്റായിട്ടും വി നീഡ് എ സ്ട്രോങ് ലീഡർ, അല്ലേ? ഈ വർഷത്തെ വി ആർ ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഗെറ്റ് എൻ അമേസിങ് എനർജറ്റിക് യങ് ഡൈനാമിക്, അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ. ചുറുചുറുക്കോടെ ഓടി നടന്ന് എല്ലാവരുടെ കാര്യം അന്വേഷിക്കും. ഒരുപാട് തിരക്കുണ്ടെങ്കിലും എല്ലാവരുടെ കാര്യം അന്വേഷിക്കുകയും എല്ലാ കാര്യവും ചോദിക്കുകയും എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്ത് തീർത്തില്ലോ എന്ന് ഉറപ്പുവരുത്തുകയും ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ട്രോങ് ലീഡറാണ്, ഒരു സ്ട്രോങ് കോച്ചാണ് ഒരു ഇപ്രാവശ്യത്തെ ക്യാപ്റ്റനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ പ്ലീസ് give a big hands of applause to our President Binu Qasim. Okay. And Miyusha Prasad. So this is our team of 13, the terrific 13. Now, we have a very great person as our chief guest today. So I invite the chief guest, Michelle, to come over the stage, and I request our president to honor Michelle. ഒരു മിനിറ്റ്. Now I thank you, Michelle, and thank you, Vinu. Now I invite Sridevi Ranjit to the welcome speech. Welcome.
So I have the papers. Yeah, that's fine. Good afternoon, everyone. My name is Sridevi Ranjit, and I have been a resident of Atlanta and a GAMA supporter since 2012. On behalf of GAMA 2023 Executive Committee, let me extend a warm welcome to all of you, our GAMA family, many of you who have taken time to be present here, and also to the members who couldn't join us physically today because you are also here with us in spirit. Let me take this opportunity to express my sincere gratitude to you for allowing me to be a part of the GAMA community over the past 10 years and in showing the trust in me this year to be the Vice President of 2023 Executive Committee. It has been exciting and energizing for me and all the members of the committee to serve you and bring all the events and initiatives we have planned for you this year, starting the cultural events for 2023 with the inauguration today. So let's begin the proceeding by welcoming our Honorable Chief Guest, Michelle O, State Representative, to our inauguration night. Thank you, Representative O, for accepting our invitation and joining us today evening. Thank you. Moving forward, please allow me to extend a warm welcome to our esteemed platinum sponsors, Dr. Subramaniam Bhatt and Mr. George Meleth. We are very grateful and delighted that you continue to be a part of the GAMA family and for being our platinum sponsors this year. I would also like to welcome and thank all our gold, silver, and bronze sponsors who have stepped up and joined us to support GAMA this year. Many of you have been long-term sponsors, while some of you have first-time sponsors of GAMA. Welcome you all to our expanding GAMA family. As you all know, we have an outstanding cultural fiesta awaiting us this evening with over 150 participants waiting to entertain you. Each and every one of them have worked day and night over the last 12 weeks, dedicating their personal time and effort for our sakes. I promise you an enjoyable evening together. Once again, on behalf of GAMA 2023 Executive Committee, I thank all of you for your presence here today and for continuing support to GAMA. Honorable guests, with your permission, let me conclude the proceedings in Malayalam, my native language. അവസാനമായി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഗാമ കുടുംബാംഗങ്ങളെ ഒരിക്കൽ കൂടി ദശാബ്ദ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീദേവി. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബിനു കാസിമിനെ ക്ഷണിക്കുന്നു. Thanks, Usha. Thanks, everyone. Before I proceed with the presidential speech, I would like to take a moment and thank Usha for all the nice job that she have done so far in terms of introducing the committee. Thank you, Usha. You have been phenomenal throughout the year. Your communication has been crisp, clear, well-organized, disciplined, and most importantly, you have been following up things like a hawk. I know you mentioned about me following up, but I must say, okay, you are better than me in terms of following up. And I'm very proud to say you rightly earned the title, the Iron Lady of GAMA 2023. Ladies and gentlemen, let's give a warm welcome of applause to our secretary. Good evening, everyone. Our Honorable
chief guest. It was expected to be Ruwa Roman. She had a conflict, and thanks to Michelle Lau, she was able to immediately work with us and then backfilled as the chief guest for our inauguration today. Respectable past committees and their presidents, honorable sponsors of GAMA, and my dear GAMA friends and families. Let me begin with a statement. I am really humbled and privileged to deliver the 2023 presidential address. In fact, I prepared a speech also. But you know, every time when you get onto a GAMA stage, or every time when you get associated with a GAMA function, be it small or big, you get a vibe, you get a positivity, and that's something that we need to experience. And that will make us to, do things from the bottom of the heart. I know in tradition, presidents used to use the podium and then deliver the presidential address. But here, I'm more an instinctive personality, more natural, more instinctive. And this year, naturally, I'm involved more with the community. So with all your permission, I would like to bend the trend and be myself, be with the community, and then make a more natural presentation without being a podium or without being a pre-scripted speech. I hope you will all agree with me, and then you will all be with me for my decision. Respectful Michelle O. Thanks, Michelle, for coming in the last minute. I know you are in a hurry. You wanted to move also early for your next program. I appreciate it. Thanks a lot. And she's not new to GAMA. Last year also she was our chief guest. And I'm very proud to say she is the first Asian American to represent Georgia State. She is the current state representative and the previous state senator. Let's give a warm round of applause to our chief guest, Michelle O. A quick 30 seconds regarding our Ruwa Roman. She was expected to be our chief guest, and she is the first Muslim woman, and she is the first IT person who come into the mainstream and then represent Georgia. She has grown up in South Forsyth, and she was one among us. She was working in IT, Deloitte, and then finally she decided to change the track and then be with the community. And I'm pretty sure her journey is really an inspiring one, and you won't be surprised if you see people from us taking her as an inspiration and then joining her line of track. Thanks, Ruwa. I know you are not here, but with the bottom of my heart, and on behalf of my committee, I would like to express my thank you. And I'm pretty sure you are listening it from DC. Thank you, Michelle. Thank you, Ruwa. And let's give a round of applause for Ruwa Roman as well. Thank you. One thing about GAMA is always fortunate to have a leadership that match with that specific era. Right from 1981, right through the 42 years, GAMA had always solid communities. And that is something we have touched with, and I hope it will continue. But if you ask me a question in terms of equality in terms of both men and women sharing the same responsibility, sharing the same dignity in terms of the responsibility that they hold, I'm not sure where we stand. I know in the past, we had leadership with women presidents, and then multiple women, decorating the various leadership roles in GAMA. But I'm very proud to say, this 2023, we have a right blend. We are stronger in terms of experience, youthful in terms of new faces coming to the committee, and most importantly, inclusive. Inclusive in terms of both men and women decorating the leadership roles. And we have 5 moms here who are taking the roles of vice president, cultural directors and chairman, and obviously the women forum, and most importantly,
the most decorated position of Secretary of GAMA. Very rarely, women will come forward and then take that position. And I'm very glad this year we have a blend of 5 ladies to decorate the leadership role and thereby making the inclusivity a very reality. Let's give a warm round of applause to the committee and to the leadership that came forward to be with the community. I'm not here to talk about the Executive Committee 2023, but I'm here to talk about the 361 family membership that we got over the last 14 weeks. I'm here to talk about the 56 sponsors who supported us in different capacity, ranging from platinum to associate sponsorship. I'm here to talk about 13 families, that is 52 people, who came forward as a part of the EC committee, 13 EC committee, who came forward to serve, to be with us, and to support the GAMA and to take it forward. From the bottom of my heart, let me express my sincere gratitude and thanks and for giving us the opportunity to serve you for the 365 days in 2023. Thank you. Thank you so much. Before I move on, I would like to share a few words in my native language as well. With your permission, Michelle. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ അതിന് ഞാൻ ഒരുപാട് ആൾക്കാരോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി ഒരു തുടക്കക്കാരൻ എന്നെ 2016 ഗാമയിലേക്ക് കൈപിടിച്ചുയർത്തിയ ശ്രീ പ്രകാശ് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള 2016 കമ്മിറ്റിയെ ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. തികച്ചും വിരോധാഭാസമായിരിക്കും, ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ്. അന്ന് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല, എങ്കിലും ഈ സമയത്ത് ഞാൻ പ്രകാശിൻ്റെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയെ ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു സ്വന്തം അനുജനെ പോലെ എന്നെ കൂടെ നിർത്തി ശ്രീ സജീവ് പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള 2022 കമ്മിറ്റിയും ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം ഒരുപാട് മുഖങ്ങൾ എന്നോട് ചേർത്ത് വെച്ചിട്ടുണ്ട്, ഒരുപാട് സൗഹൃദങ്ങൾ ഞാൻ പങ്കിട്ടിട്ടുണ്ട്. 2016 മുതൽ ഈ കഴിഞ്ഞൊരു 7 വർഷത്തെ കാലാവധിയിൽ പരിചയപ്പെട്ട എല്ലാ മുഖങ്ങളെയും തന്നിട്ടുള്ള സ്നേഹങ്ങൾക്കും സ്വീകരിച്ച മനസ്സിനും ചേർത്ത് വെച്ച ഹൃദയത്തിനും എല്ലാത്തിനും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ 2021 കമ്മിറ്റി വളരെ വിപുലമായ കലാപരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. അതൊരു കലണ്ടർ രൂപത്തിൽ നമ്മൾ ഓൾറെഡി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ജനുവരി 8-ന് വിമൻസ് ഫോറത്തിലൂടെ ആരംഭിച്ച നമ്മുടെ പ്രോഗ്രാം ഇനി തുടർന്നങ്ങോട്ടും നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും എല്ലാ സഹകരണങ്ങൾക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തുടർന്ന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Binu, for the wonderful presidential speech. Now I would like to invite Michelle for the guest speaker speech. Thank you. Thank you all so much. And I first want to say, Ella Varkum Suga Mano. I was given. Thank you. Good afternoon. Thank you so much for having me again. It was such a pleasure joining you all for this event last year and to hear about all that you've accomplished and to meet new leadership that we've introduced today. And what a joy it is to see all these warm, smiling faces again, celebrating the community we've built here in Georgia and the road we've taken to get here. I do want to apologize, however, that you're getting a downgrade in your speaker today because I am filling in for Representative Rua Roman, one of my colleagues and a real bright rising star in our legislature, representing not just her district, which is in Gwinnett County, but the incredible diversity our state has to offer, which is only starting to be realized at the Capitol. My name is Dr. Michelle Au. I'm a member of the Georgia House of Representatives for the 50th District, which encompasses parts of Johns Creek and Alpharetta. So the district I serve is really one of the most diverse in the state. And I'm especially proud to note that we have the largest Indian population in the state of Georgia in House District 50. So, with your support, my Democratic colleagues and I have been able to work on legislation that I know is really important to all of you here.
This year we were able to drop 3 gun safety bills, which if passed would require universal background checks, a waiting period for firearm purchases, and the safe storage of guns so that they cannot be accessed by minors. We've sponsored bills to make sure that insurance companies cover the cost of emergency ground ambulance transfers and enhance healthcare coverage for lower income Georgians. I've also advanced legislation to look at increasing our state tobacco tax, which is the second lowest in the nation, and which would not only raise important revenue to reinvest in our public health systems, but also drive down smoking rates and the cost of chronic disease burden due to tobacco in this country. One last thing is that with my colleagues, including Representative Roman, we formed Georgia's first ever legislative Asian American Pacific Islander caucus, which with 11 members is actually the largest AAPI caucus in the continental United States. So this is the type of work we've been able to do for you. Thank you. Now, when I'm not serving at the Capitol, I'm actually a doctor. I work as a physician at Emory St. Joseph's Hospital. And I know there are many healthcare workers in the audience today, so you understand that it is both a privilege and sometimes a burden to occasionally be there for the most difficult and painful moments of our patients' lives. But as a physician, I also get to see some of the best of humanity. We get to see the love and the connections, the way we work towards a common cause, and the ways we help each other. We see the power of family and friends like we have in this room, and we see the resilience that binds us and gets us through even the most difficult times. So, one thing that is common to many of us here, including my family, is that we are a community of immigrants, right? And we understand that immigrating to a new country is really quite hard. My parents told me a lot of stories about that. Leaving behind a world that you knew is even harder. And even though my story and my family's story is just one of many immigrant stories in this room, each story is different except for one choice. From all over the world, we came here to the United States of America. And from all over the world, we chose to build our lives here in Georgia. And I want to say, as a member of the Georgia State Legislature, how blessed I feel that we have you here and how lucky I feel that you chose us. I am also extremely grateful for the service of those in GAMA and in this whole organization. So proud of your tenacity, your hard work, and the gifts that you bring and share with you as part of building your American dream. And what is that American dream precisely? Well, what it is, I think, it's the sense of the unlimited. It's the audacity to not let your future be bound by your history, but defined by the yet unseen horizon of what we might achieve and the future we might build with each other. So thank you again so much to the Greater Atlanta Malayali Association for all the incredible work you've done for our communities. And know that in me and in my colleagues in the AAPI caucus, you will always have friends at the Georgia State Capitol. Thank you all so much. Two more minutes, 2 more. Thank you, Michelle. Thank you for the amazing speech. Okay. അടുത്തത് ഓക്കെ മിഷലിന് തിരക്കുണ്ട്. നമ്മുടെ പരിപാടിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ മെയിൻ ഇവൻറ്റിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഭദ്രദീപം കത്തിച്ച് നമ്മൾ ഉദ്ഘാടന ചടങ്ങ് ചെയ്യാൻ പോവുകയാണ്. സോ അതിനായി താങ്ക് യു ബ്രിജറ്റ്. So I invite our chief guest, Michelle. Yeah. Thank you, Michelle. Next, our president. Thank you. Sridevi, our vice president. Thank you. Ajit. Our treasurer, Jamon. Thank you.
Yeah, Nafas. മത്തായിച്ചൻ. ഡ്രസ്സ് മാറിക്കഴിഞ്ഞു. താങ്ക് യു മത്തായിച്ച. നമ്മുടെ കൾച്ചറൽ ഷെഫ് അനീഷ്, കൾച്ചറൽ കോ-ചെയർ സുബി തോമസ്, താങ്ക് യു, കൾച്ചറൽ ഡയറക്ടർ നൂറ, Women's and Youth Forum Chair Divya, നമ്മുടെ സ്പോർട്സ് ഡയറക്ടർ സിനു, IT ഡയറക്ടർ ഷബീർ, പിന്നെ അവസാനമായിട്ട് ഇനി ഞാനും കൂടെ ഒന്ന് വയ്ക്കട്ടെ. താങ്ക് യു. താങ്ക് യു മീഷൽ. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഒരു ഫോട്ടോവിന് ഞങ്ങൾ പോസ് ചെയ്യുകയാണ്. താങ്ക് യു. ബേബി. താങ്ക് യു മിഷൽ. അടുത്തതായി we have a lot of people who helped our associations. So I invite Sridevi Ranjit to come forward and invite our platinum sponsors. Thank you, Usha. At this time, please let me invite our esteemed platinum sponsors to the stage. Dr. Subramaniam Bhatt and his wife, Dr. Anu Bhatt. Could you please join me on the stage? So it looks like they are having a conflict. So let's move on to the next platinum sponsor. I would like to invite our long-term serving friend and sponsor, Mr. George Meleth, to the stage. As all of you know, Mr. Meleth has been a long-term supporter of GAMA community as a sponsor, as a member and leader, as a volunteer and a friend to all of us. And we could pretty much say that there occurs no GAMA events without his presence. Thank you, Mr. Meleth, for all your support to GAMA all these years. Thank you so much. താങ്ക് യു ശ്രീ. നമ്മുടെ പരിപാടി, അതായത് ഈ ഉദ്ഘാടന ചടങ്ങ് ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. താങ്ക് യു ടു അവർ ചീഫ് ഗസ്റ്റ് മിഷൽ. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ ഭദ്രദീപം കത്തിച്ചു കഴിഞ്ഞു. നമ്മൾ അങ്ങനെ EC 2023 ഒഫീഷ്യൽ ഉദ്ഘാടനം ഇതോടെ കഴിഞ്ഞു. ഇനി ഗാമയുടെ ഈ ഉള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പേരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഈ ലാസ്റ്റ് ഇവൻറ്റ്, ലാസ്റ്റ് പ്രോഗ്രാം ഓഫ് ദിസ് ഇനാഗുറൽ ഫംഗ്ഷൻ ഇസ് വോട്ട് ഓഫ് താങ്ക്സ്. വോട്ട് ഓഫ് താങ്ക്സിന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കാത്തിരുന്ന് കാണിക്കുന്ന ദ മച്ച് അവൈറ്റഡ് ദശാബ്ദ സന്ധ്യ. സോ അവസാനത്തെ
പരിപാടിയായ വോട്ട് ഓഫ് താങ്ക്സിനായി നമ്മുടെ ട്രഷറർ ഓഫ് ദിസ് ഇയർ ഗാമ ജയ്മോൻ നെടുമ്പറത്ത്. താങ്ക് യു ഉഷ. സഹൃദയ ലാൻഡിലെ മലയാളി സമൂഹത്തിന് എൻ്റെ നമസ്കാരം. ഞാൻ ജയ്മോൻ നെടുമ്പുറത്ത്. ഗാമ 2023 അതിഗംഭീരമായി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലും മുന്നിലും ഒരുപാട് കൈകളുണ്ട്. അവർക്ക് കൃതജ്ഞത അർപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി ഇന്നത്തെ ഇനാഗുറേഷൻ ആഘോഷപൂർവ്വമാക്കാൻ ഇവിടെ ഒത്തുകൂടിയ എല്ലാ ഗാമ അംഗങ്ങൾക്കും ആത്മാർത്ഥമായി എൻ്റെ കൃതജ്ഞത അർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരെയും സഹകരണമാണ് ഗാമയുടെ മുതൽക്കൂട്ട്. Today's chief guest, Michelle, she was a state representative. I express my sincere gratitude for giving her support and time to Gama inauguration function. We hope she enjoyed the cultural interaction between her and the Gama community. സുന്ദരമായ കലാവിരുന്നുകൾ ഒരുക്കിയ ഓരോ കലാകാരന്മാർക്കും കലാകാരികൾക്കും നന്ദി അർപ്പിക്കുന്നു. ഇവരാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ വെളിച്ചം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നവർ. നിറക്കാഴ്ചകൾക്ക് നിസ്സീമമായ നന്ദി. വോളണ്ടിയർ സ്പിരിറ്റാണ് നമ്മുടെ ഗാമയുടെ മുഖമുദ്ര. ബാക്ക് സ്റ്റേജ് സപ്പോർട്ട്, ഓഡിയോ വിഷ്വൽ കോർഡിനേഷൻസ്, ലൈറ്റ്, ഫുഡ് സെർവിങ് ആൻഡ് പ്ലാനിങ്, വെൽക്കം ഡെസ്ക്, അങ്ങനെ ഓരോ മേഖലയിലും പുഞ്ചിരിയോടെ ഓടി നടക്കുന്നവർക്ക് പ്രോഗ്രാം കാണാൻ പോലും പറ്റാറില്ല. സമയക്കുറവ് മൂലം എല്ലാവരുടെയും പേര് ഞാനിവിടെ പറയുന്നില്ല. എല്ലാവർക്കും നമ്മളിവിടെ ഈ വർഷം വോളണ്ടിയർ ടാഗ് നൽകിയിട്ടുണ്ടായിരുന്നു. സോ വെൻ യു സേ ഈച്ച് ഓഫ് ദം, ജസ്റ്റ് താങ്ക് യു ദം. എല്ലാവർക്കും ഗാമയുടെ ഹൃദയംഗമായ നന്ദിയും. ഇനിയും നിങ്ങൾ ഗാമയുടെ കൂടെ ഉണ്ടാവണം. ഇന്നത്തെ ഗാമയെ സഹായിക്കുന്ന എല്ലാ വെൻഡേഴ്സിനും ഞങ്ങളുടെ അകമഴിച്ച നന്ദി. താഴെ പറയുന്നവരാണ് നമ്മളുടെ വെൻഡേഴ്സ്: കേറ്ററിംഗ്, പാം പാലസ്, ഫെസിലിറ്റി, ഗ്രേസൺ ഹൈസ്കൂൾ കസ്റ്റോഡിയൻസ്, സൗണ്ട് എഞ്ചിനീയറിംഗ്, ജിജോ തോമസ്, ടാലൻറ്റ് ഓഡിയോ വിഷ്വൽസ്, ഫോട്ടോഗ്രാഫി തോമസ് രാജൻ, വീഡിയോ സോണി ആൻ്റണി. ഗാമയുടെ 2023 സാമ്പത്തികമായി സഹായിച്ച എല്ലാ പ്രിയപ്പെട്ട ഗാമ സ്പോൺസേഴ്സിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നിങ്ങളാണ് ഗാമയുടെ താങ്ങും തണലും. താങ്ക് യു. നമുക്കിവിടെ 56 സ്പോൺസേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേരിവിടെ വിളിച്ച് സമയം കളയുന്നില്ല. പക്ഷേ പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഡോക്ടർ അനു ഭട്ട്, സുബ്രഹ്മണ്യ ഭട്ട്, കിരൺ ഭട്ട്, പട്ടേ ബ്രദേഴ്സ് ഇന്ത്യൻ ഗ്രോസറീസ്, ജോർജ് മേലത്ത് ഇൻഷുറൻസ് ആൻഡ് ഫൈനാൻസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഒരു ശുഭസായാഹ്നം ആശംസിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. താങ്ക് യു ജയ്. ഇതോടുകൂടി ഞങ്ങളുടെ ഇനാഗുറൽ ഫംഗ്ഷൻ സമയോജിക്കുന്നു. ഇനി ദശാബ്ദ സന്ധ്യ. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. താങ്ക് യു. Next.